ജയിലിൽ നിന്ന് പോലീസ് കൊടുക്കുന്ന പേപ്പറിൽ പോലീസ് കൊടുക്കുന്ന പേന കൊണ്ട് ദിലീപേട്ട ഇത് സുനി എഴുതുകയാണെന്നും പറഞ്ഞു പഴയ പ്രേം നസീർ സിനിമയിൽ ഉപ്പ ഇത് ബാപ്പൂട്ടി എഴുതുന്ന കത്ത് എന്ന് പറയുന്ന രീതിയിലത്തേക്ക് ഒരു കത്ത് ഒരു ക്രിമിനൽ എഴുതി കൊടുക്കും, അത് തനിക്കെതിരെ ഉപയോഗിക്കും, മറ്റുള്ള ആൾക്കാർക്കെതിരെ ഉപയോഗിക്കും എന്നറിയാത്ത ഒരു ക്രിമിനൽ ഈ നാട്ടിലുണ്ടോ? അങ്ങനെയുള്ള ഒരു പോലീസ് ഈ നാട്ടിലുണ്ടോ? അപ്പോൾ ടാക്സ് വെട്ടിക്കാൻ 1 കോടി രൂപയ്ക്കുള്ള മാർഗ്ഗങ്ങളെ പറ്റി ശ്രീമതി ആശ ഉണ്ണിത്താൻ അറിയാം. പക്ഷെ ഒരു കൊടും ക്രിമിനൽ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയതിന് ശേഷം അത് കൊടുത്ത് തെളിവുണ്ടാക്കുന്നു, ദിലീപ് എന്നുള്ള പേരെഴുതി തെളിവുണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി താങ്കൾ വളരെ നൈവായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ വക്കീൽ ഫീസ് പറയാം, ടാക്സ് വെട്ടിക്കുന്നതിനെ കുറിച്ച് പറയാം, നമ്മുടെ നാട്ടിലെ സിസ്റ്റം മാറ്റുന്നതിനെ കുറിച്ച് പറയാം, രാമപിള്ള സാറ് ഫ്രാങ്കോയ്ക്ക് വേണ്ടി വാദിച്ചതിനെ പറ്റി പറയാം. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ ഡിഫൻസിനെ പ്രകീർത്തിക്കുന്നത്? എന്തിനാണ്? പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചോ കഴിവുകേടിനെ കുറിച്ചോ പറഞ്ഞ് അതിന് പറയുന്നതിന് പകരം ദിലീപ് അത് പറഞ്ഞില്ലേ, അയാൾക്കത് പറയാം. നോക്ക്, ഇന്ന് അയാളുടെ ദിവസമാണല്ലേ, നമുക്കതിൽ കുറ്റം പറയാൻ പറ്റുമോ? 8 വർഷമായിട്ട് ഇങ്ങോട്ട് ദിലീപിന്റെ ദിവസമാണ്. അയാൾ പറയും അയാൾക്കെതിരെ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് കേൾക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് ഞാൻ കരുതുന്നത്. സാക്ഷികൾ മാറ്റി പറഞ്ഞു. എന്താണ് റിവേഴ്സ് ഗൂഢാലോചന? നിങ്ങളുടെ മനസ്സിലുള്ളത് അത് തന്നെയാണല്ലോ. ജോസ്, എന്താണ് ഈ റിവേഴ്സ് ഗൂഢാലോചന? പി.ടി. തോമസ് വന്നുകൊണ്ടാണ് ഈ കേസ് വെളിയിലേക്ക് വന്നത്. മാഡം, പി.ടി. തോമസിനെ അവിടെ വിളിച്ചു വരുത്തിയത് ദിലീപിന് തന്നെ അടുത്ത സുഹൃത്തായ ആൻഡോ ജോസഫാണ്. ആൻഡോ ജോസഫാണ് പി.ടി. തോമസിനെ വിളിച്ചു വരുത്തി കാര്യം പറയുന്നത്, ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ആൻഡോ ജോസഫ്. അപ്പോ പി.ടി. തോമസ് അവിടെ പൊട്ടി വീണതല്ല, സിനിമാക്കാരൻ തന്നെ വിളിച്ചു വരുത്തിയതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോ പുറത്തിറങ്ങിയിട്ട് ദിലീപ് പറയുന്നു, ഞാൻ ചോദിക്കുന്നത് ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുമ്പോൾ ദിലീപിന് പറഞ്ഞുകൂടെ ഇത് എനിക്കെതിരെ ഉണ്ടായ ഗൂഢാലോചനയാണ്? അയാൾക്കത് മിണ്ടാൻ പാടില്ല. അയാളുടെ സ്വഭാവം കൃത്യമായ ക്രിമിനൽ സ്വഭാവം വെളി വന്നെന്നാ പറയുന്നത്. ആശമാട അങ്ങനെയല്ലേ പറഞ്ഞു. ഞാൻ ശരിക്കും സംശയിക്കുന്നു. ഇത് സുനിയോട് പറയാണ്, നീ ദിലീപിന്റെ പേരിൽ അങ്ങ് ചാർത്തിക്കോ, ബാക്കി കാര്യമേറ്റു എന്ന് പറഞ്ഞുകൂടെ? നമുക്ക് അങ്ങനെയും വിശ്വസിച്ചുകൂടെ? ഒരു ഭാഗം മാത്രം ദിലീപാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഗൂഢാലോചനക്കാരൻ ദിലീപാണ് എന്ന് പറയുന്നിടത്ത് തന്നെ മറ്റൊരാൾ ദിലീപിനെ തകർക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്തുകൊണ്ട്? ഇപ്പൊ ഞാൻ അതിജീവിതയെ കുറ്റം പറയുന്ന ആളല്ല. അതിജീവിത എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് അവരുടെ ആ പരിതാപകരമായ അവസ്ഥയിൽ വേദനയുണ്ട്. പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം